ചെറുപ്പക്കാരികളായ സ്ത്രീകളോടുള്ള നിങ്ങളുടെ അനുകമ്പ വളരെ പ്രസിദ്ധമാണല്ലോ. മറ്റൊരു സ്ത്രീയോടുള്ള അനുകമ്പ പരിധി വിട്ടിട്ടാണല്ലോ അവരെ ഫ്ളാറ്റിൽ നിന്ന് തള്ളി താഴെയിട്ട് കൊന്നത്. ആ കേസിൽ ബഹുമാനപ്പെട്ട കോടതി ഇദ്ദേഹത്തെ വെറുതെ വിട്ടതാ. അതിവിടെ കുത്തിപ്പൊക്കേണ്ട കാര്യമില്ല. കോടതി വെറുതെ വിട്ടെന്ന് കരുതി അതൊരു കൊലപാതകം അല്ലെന്ന് പറയാൻ പറ്റുമോ? ഇൻസ്പെക്ടർ പറയുന്നത് കോടതി അലക്ഷ്യ. യു ആർ എ ലോ എൻഫോഴ്സ്മെന്റ് ഓഫീസർ. ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. തുറന്നു പറയൂ, മായമ്മയെ കൊല്ലാനുള്ള കാരണം എന്തായിരുന്നു? ഞാൻ അവരെ കൊന്നിട്ടില്ല സർ. പോലീസുകാരോടും കോടതിയോടും ഇതിനു മുമ്പ് 1000 പ്രാവശ്യം ഞാനത് പറഞ്ഞിട്ടുമുണ്ട്. ഒരാളെയോ ഒരു ജീവിയോ കൊല്ലാനുള്ള മനക്കരുത്തൊന്നും എനിക്കില്ല. ആൻഡ് സർ, ദിസ് ഈസ് ദ അൾട്ടിമേറ്റ് ട്രൂത്ത്. പിന്നെ മായമ്മ എങ്ങനെ മരിച്ചു എന്നാ നിങ്ങളുടെ വ്യാഖ്യാനം? സർ, നിങ്ങളും ഞാനും തമ്മിലുള്ള വ്യക്തിബന്ധമൊന്നും ഞാനിതിൽ കൂട്ടിക്കുഴയ്ക്കല്ല. പക്ഷേ സാറിനും അറിയാവുന്ന ഒരു സത്യമുണ്ട്. എൻ്റെ ചില ശത്രുക്കൾ, അവർ കുറെ കാലമായി നിരന്തരം എന്നെ വേട്ടയാടുന്നു. എന്നെ വീഴ്ത്താൻ ചതിക്കുഴികൾ ഒരുക്കുന്നു. എന്നെ ഇപ്പൊ കുരുക്കിയിരിക്കുന്ന ഈ മർഡർ കേസിലും അതിഭയങ്കരമായൊരു കോൺസ്പിറൻസി നടന്നിട്ടുണ്ട്. അതെന്താ നിങ്ങൾ അന്വേഷിക്കാത്തത്? നിങ്ങൾ പറയുന്ന പോലെ കേസ് അന്വേഷിക്കാനല്ല ഞങ്ങൾ പോലീസുകാർ ഡിപ്പാർട്ട്മെന്റിൽ പണിയെടുക്കുന്നത്. I am the investigating officer of this case. Please don't interrupt me. നിങ്ങൾ ഈ കേസിൽ തീർത്തും ഞങ്ങളോട് സഹകരിക്കുന്നില്ല. സഹകരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. സർ, മരിച്ച മായമ്മയുടെ മകളെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. കരയാതെ മോളെ. മോള് പേടിക്കണ്ട കേട്ടോ. 1-2 കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി മാത്രമാ മോളെ ഞങ്ങൾ വിളിച്ചു വരുത്തിയത്. കരയരുത്. ഇവരാരാ? ഞാൻ ആ ജയരാമൻ കൊന്നുകളഞ്ഞ മായമ്മയുടെ ഒരേ ഒരു ചേച്ചിയ മന്ദാകിനി. മരിച്ച മായമ്മയുടെ ആത്മാവിനെങ്കിലും നീതി കിട്ടണം. നീതി കിട്ടിയിരിക്കും. നിങ്ങൾക്ക് ഞങ്ങളെ വിശ്വസിക്കാം. മോള് സ്കൂള് വിട്ട് വന്നത് മുതലുള്ള കാര്യങ്ങൾ ഒന്ന് പറയൂ. പറഞ്ഞ മോളെ. എന്നെ ചിലർ ഒരു ട്രസ്റ്റിലേക്കാ കൊണ്ടുപോയത്. അമ്മ ചെമ്പകമംഗലത്തെ ജയറാമിനോടൊപ്പം അങ്ങോട്ട് വരുമെന്ന് കൊണ്ടുപോയവർ പറഞ്ഞു. കരയാതെ മോളെ, ബാക്കിയൂടി പറയൂ. ഞാൻ പറയാം. കുട്ടി പറയട്ടെ. പറയും മോളെ. ജയറാമംഗളും അമ്മയും വരാത്തതുകൊണ്ട് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. അപ്പോ എന്റെ അമ്മ എന്റെ അമ്മ മുറ്റത്ത് മരിച്ചു കിടക്കുന്നു. കരച്ചിൽ കേട്ടാ ഞാൻ ഓടിച്ചെന്നത്. അപ്പന്റെ കുഞ്ഞ് ഈ വാച്ച് സംഭവ സ്ഥലത്ത് നിന്ന് കിട്ടിയതാ. ഇത് ജയരാമന്റെ വാച്ച. ഇനിയിപ്പോ ജയരാമനാണ് മായമ്മയെ കൊന്നതെന്നതിന് മറ്റൊരു തെളിവ് വേണോ? ജയരാമൻ മായമ്മയെ കാറിൽ നിന്ന് ഇറക്കി വിട്ട് തിരികെ പോകുന്നതിന്റെ വീഡിയോ പോലീസിന് നേരത്തെ കിട്ടിയതല്ലേ? അത് മാത്രമല്ല, എന്റെ സ്റ്റേഷന്റെ മുമ്പിൽ നിന്ന് ജയരാമൻ മായമ്മയെ കാറിൽ കയറ്റിക്കൊണ്ടു പോയതിന് ഞാനും പോലീസുകാരും വിറ്റ്നസ് ആണ്. CCTV ഫൂട്ടേജും ഉണ്ട്. ഇത് ജയരാമൻ കരുതിക്കൂട്ടി ചെയ്ത കൊലപാതകമാണ്. കുട്ടിയെ ഇവരെയും പറഞ്ഞു വിട്ടേക്ക്. നിങ്ങൾ വെക്കോളൂ, ഞാൻ വിളിപ്പിക്കാം. മോളെ. നിങ്ങൾക്കെതിരായ എവിഡൻസ് എല്ലാം വളരെ സ്ട്രോങ് ആണ്. പോലീസിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ നിങ്ങൾ വളരെ ബുദ്ധിമുട്ടേണ്ടി വരും. അതുകൊണ്ട്
വളരെ വേഗം സത്യം പറയുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. എനിക്കറിയാവുന്ന സത്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ ഒരു സത്യവും പറഞ്ഞില്ല. പറഞ്ഞതെല്ലാം പച്ചക്കള്ളമാണ്. മോനെ കാർത്തി, നോ, ഐ എം കാർത്തിക്, അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ്. ചെമ്പകമംഗലം വീട്ടിൽ വെച്ച് നിങ്ങൾ മരിച്ച മായമയുമായി സംസാരിക്കാറുണ്ടായിരുന്നോ? ഓ, അവരവിടുത്തെ ജോലിക്കാരിയല്ലേ? അങ്ങനെ അവർക്ക് നിങ്ങൾ പണം കൊടുക്കാറുണ്ടായിരുന്നോ? ശരിയാ. ദാനം കൊടുക്കുന്നത് വിളിച്ചു പറയരുതെന്ന മാതാപിതാക്കൾ പഠിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോ അത് പറഞ്ഞേ പറ്റൂ. അവരുടെ മോൾക്ക് ഫീസ് കൊടുക്കാൻ വേണ്ടി ഞാൻ കുറച്ച് പണം കൊടുത്ത് സഹായിച്ചിരുന്നു. പിന്നെ ഞാൻ അവരോട് കുറച്ച് സഹതാപം കാണിച്ചിരുന്നു. അത് 100% സത്യമാണ് സർ. നിങ്ങൾക്കെതിരെയുള്ള കുരുക്കുകൾ മുറുകുകയാണ് മിസ്റ്റർ ജയറാം. കാരണം നിങ്ങൾ ഈ കുറ്റം ചെയ്തിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്താനുള്ള ഒരു തെളിവും നിങ്ങളുടെ പക്കലില്ല. ഒറ്റ വാക്ക് മാത്രം പറഞ്ഞാൽ മതി. നിങ്ങൾ എന്തിന് മായമ്മയെ കൊന്നു? സർ, DGP അദ്ദേഹം വിളിക്കുന്നു. ആ, ഇതില് താൻ പെട്ടടോ ജയരാമ. സർ, എന്താ ACP? മായമ്മയുടെ കൊലക്കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ പ്രോഗ്രസ് ജയരാമനെ ചോദ്യം ചെയ്തോ? ചോദ്യം ചെയ്യൽ തുടരുകയാണ് സർ. എന്നിട്ട് അയാൾ കുറ്റം സമ്മതിച്ചോ? ഇല്ല സർ. ചോദ്യം ചെയ്യലിന്റെ ശൈലി ശരിയാവഞ്ഞിട്ടായിരിക്കും. അതല്ല സർ, എൻ്റെ അമ്മാവനായതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണെന്ന് സാർ തെറ്റിദ്ധരിക്കരുത്. അദ്ദേഹം ആ കുറ്റം ചെയ്തതായിട്ട് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. വാട്ട് നോൺസെൻസ് ആർ യു ടോക്കിംഗ് അബൌട്ട്? പോലീസിന് കിട്ടിയിരിക്കുന്ന ആ വീഡിയോ തന്നെ അയാൾക്കെതിരായിട്ടുള്ള തെളിവല്ലേ? സർ, എൻ്റെ ഒരു ഡൗട്ട് ഞാൻ പറയാം സർ. പറഞ്ഞോളൂ. അങ്ങനൊരു വീഡിയോ ആരോ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന് പിന്നിൽ തീർച്ചയായും മറ്റാരോ ഉണ്ടാവില്ലേ? അത് പോലീസ് ഡിപ്പാർട്ട്മെന്റിന് അവർ അയച്ചു തന്ന സ്ഥിതിക്ക് അത് ജയരാമനെതിരെ നടന്ന ഒരു ഗൂഢാലോചനയല്ലേ? ആ സംശയമൊന്നും നമ്മൾ പരിശോധിക്കേണ്ടതില്ല. നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന അയാൾക്കെതിരെയുള്ള എവിഡൻസ് ആണ് നമുക്ക് ഫസ്റ്റ്. സർ, എടോ, നമുക്ക് കിട്ടിയിരിക്കുന്ന അതേ വീഡിയോ മീഡിയയ്ക്കും കിട്ടിയിട്ടുണ്ട്. ചാനലുകാർക്ക് ഇപ്പോൾ ഉത്സവമാ. അവരത് ബ്രേക്കിംഗ് ന്യൂസായിട്ട് കൊണ്ടാടുക. എല്ലാ ചാനലുകളിലും അന്തി ചർച്ച മായമ്മ കൊലക്കേസായിരിക്കും. പോലീസ് അനാസ്ഥ കാണിക്കുന്നു, പോലീസ് പക്ഷപാതം കാണിക്കുന്നു, കുറ്റവാളികളെ സംരക്ഷിക്കുന്നു. നമ്മളെ എടുത്തിട്ട് അവർ അലക്കി വലിച്ചു കയറുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. സർ, ഡിപ്പാർട്ട്മെന്റിന് ഏറ്റവും തലവേദനയാവുന്ന പ്രശ്നം ജയരാമൻ ACP കാർത്തികിന്റെ അമ്മാവനായി പോയെന്നുള്ളതാണ്. സർ, ഇതിലെനിക്ക് വ്യക്തിപരമായ പരിഗണന ആരോടും ഇല്ല സർ. അത് പാടില്ലല്ലോ. പ്രത്യേകിച്ച് താൻ ഒരു കറപ്ഷനും കാണിക്കാത്ത ആളാണ്. പബ്ലിക്കിന്റെ വായടപ്പിക്കാനാ തന്നെ ഈ കേസ് ഏൽപ്പിച്ചത്. ഞാൻ എന്താ ചെയ്യേണ്ടത് സർ? താൻ ആത്മധൈര്യത്തോട് തന്നെ മുന്നോട്ട് പോവുക. വിമർശിക്കുന്നവരോട് വായ മൂടി കെട്ടണമെങ്കിൽ ആദ്യം ജയരാമന്റെ അറസ്റ്റ് നിയമപരമായി രേഖപ്പെടുത്തുക. എന്നിട്ട് ചോദ്യം ചെയ്ത ശേഷം പരമാവധി കുറ്റങ്ങൾ ചാർത്തി അയാളെ കോടതിയിൽ ഹാജരാക്കുക. ഫസ്റ്റ് അറസ്റ്റ് ഹിം ലീഗലി ആൻഡ് ദെൻ ക്വസ്റ്റ്യൻ ഹിം. സർ,
മായമ്മയുടെ കൊലപാതക അറസ്റ്റ് ചെയ്യുക. മായമ്മയുടെ കൊലപാതക അറസ്റ്റ് ചെയ്യുക. മായമ്മയുടെ കൊലപാതക അറസ്റ്റ് ചെയ്യുക. ആരും ബഹളം വെക്കരുത്. മായമ്മയുടെ കൊലപാതക നിങ്ങളെ കാണാൻ തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്തായി സാർ മായമ്മ കൊലക്കേസിന്റെ അന്വേഷണം? മായമ്മ കൊലക്കേസിൽ പ്രതിയാക്കപ്പെട്ട ജയറാമിനെ കസ്റ്റഡിയിൽ എടുത്തിട്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. അയാളുടെ അറസ്റ്റ് ഇപ്പൊ തന്നെ ഞങ്ങൾ രേഖപ്പെടുത്തും. ഇന്ന് തന്നെ അയാളെ കോടതിയിൽ ഹാജരാക്കാന് ഞങ്ങളുടെ തീരുമാനം. സർ ജയരാമൻ കുറ്റം സമ്മതിച്ചോ? നോ കമന്റ്സ്. സർ സർ അങ്ങനെ വീണ്ടും അവനകത്ത്. മാധവ മന്ദിരത്തിലെ ഇന്ദ്രജയ്ക്ക് ഇന്ന് ആഹ്ലാദത്തിന്റെ ദിവസം. ഇന്ന് ഞാൻ തകർക്കും. ദാ കണ്ടില്ലേ മരുമകൻ തന്നെ അമ്മാവനെ അറസ്റ്റ് ചെയ്തത്. ഹോ, ഇന്ന് ചെമ്പകമംഗലത്ത് ഭൂകമ്പ. ഞാൻ ഇന്ന് കുടിച്ച് മരിക്കും. നിനക്കെന്താ ഭ്രാന്തായോ? ഇതൊരു രസമല്ലേ ചേച്ചി? മായമ്മ കൊലക്കേസിൽ പ്രതിയാക്കപ്പെട്ട ജയറാമിനെ കസ്റ്റഡിയിൽ എടുത്തിട്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. അയാളുടെ അറസ്റ്റ് ഇപ്പൊ തന്നെ ഞങ്ങൾ രേഖപ്പെടുത്തും. ഇന്ന് തന്നെ അയാളെ കോടതിയിൽ ഹാജരാക്കാന് ഞങ്ങളുടെ തീരുമാനം. ഏതായാലും എനിക്ക് സന്തോഷമായി. ഇവിടെ കണ്ണീര് കാണാൻ പറ്റിയല്ലോ. എനിക്കും സന്തോഷമൊക്കെ തന്നെയാ. വളർത്തമ്മയുടെ മകളുടെ ഈ സങ്കടം കാണുമ്പോ വല്ലാത്ത രസം. ആരുടെ കയ്യിലായിട്ട് റിമോട്ട്? ആ ടി വി ഓഫ് ചെയ്തേ. അതെ, ഇവിടെ ചിലർക്കൊക്കെ കാണുമ്പോൾ സന്തോഷമാ. ആ സന്തോഷിക്കേ. നിനക്കിതിലെന്തെങ്കിലും പങ്കുണ്ടോ? അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. കൂട്ടത്തിൽ നിന്നിട്ട് കാല ചവിട്ടുന്ന നിങ്ങളുടെ സ്വഭാവം. കൂട്ടത്തിൽ നിന്നോ? ആര്? ഞാൻ നിന്റെ കൂടെയോ? ഞാൻ നിന്റെ കൂടെ നിൽക്കുന്നൊന്നുമില്ല. എന്തായാലും കാർത്തി കാണിച്ച് വളരെ മോശമായി പോയി. അവനെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് അവൻ ഒരിക്കൽ കൂടെ തെളിയിച്ചു. എന്റെ അച്ഛനൊരു തെറ്റും ചെയ്തിട്ടില്ല. അച്ഛനെ പിന്നെ ആരൊക്കെയോ ചേർന്ന് കരുതി കൂട്ടി ചതിക്കുക. കാർത്തി വല്യേട്ടനെ സംശയിക്കാൻ ഇവിടെ 1-2 കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്ത് കാര്യം? എന്നെ കടിച്ചു കീറാനൊന്നും വരണ്ട. ഞാൻ കണ്ട കാര്യങ്ങളൊക്കെ കാർത്തിയും കണ്ടിട്ടുണ്ട്. നീ എന്ത് കണ്ടു? പിന്നെ നിന്നോടാ ചോദിച്ചത്. നീ എന്ത് കണ്ടു? ഞാനത് പറയാം. ജനാർദ്ദന കൈമളും രാജലക്ഷ്മിയും മകനും കൊച്ചുമകളും ഒക്കെ സഹജീവികളോട് സഹതാപം കാണിക്കുന്നവരാ. മറ്റുള്ളവരോട് മനസ്സിലുള്ളവരാ. ഒരു പാവപ്പെട്ട സ്ത്രീയോട് അനുകമ്പ കാണിച്ചതിന് അവിഹിതം കണ്ടെത്തുന്നോടി നീയൊക്കെ എന്ത് കീടജന്മോ? മറ്റുള്ളവരുടെ കണ്ണിലെ മൊട്ടുസൂചി തിരഞ്ഞെടുക്കുന്ന നീയൊക്കെ അവനവന്റെ കണ്ണിലെ കോടാലി കാണുന്നില്ല. അവക്ക് സംശയം തോന്നിയത്രേ. ഞാൻ കണ്ടത് പറഞ്ഞെന്ന് മാത്രം. മിണ്ടരുത്. അസ്ഥാനത്ത് കയറുന്നതിന്റെ അശുദ്ധി നിറഞ്ഞ വായ തുറക്കരുത്. ഈ ഇരിക്കുന്നവർ ജയറാമിന്റെ ആരാന്നറിയാമോ? ഞാൻ അവന്റെ അച്ഛനാ. ഈ ഇരിക്കുന്നവൾ അവനെ നൊന്തു പ്രസവിച്ച അവന്റെ അമ്മയാ.
ഈ ഹൃദയം തകർന്നു നിൽക്കുന്നവർ ഇപ്പോ അറസ്റ്റ് ചെയ്യപ്പെട്ട ജയറാമന്റെ ഭാര്യയും മകളുമാ. അവരുടെ നെഞ്ചിലെ നെരിപ്പുകളിലേക്ക് പിന്നെയും തീക്കനയിൽ വാരി വിതറരുത്. അത്ര എനിക്ക് പറയാനുള്ളൂ. കറിയാതെ രാജലക്ഷ്മി, നമ്മുടെ മകൻ തെറ്റ് ചെയ്യില്ലെന്ന് നമുക്ക് ഉറപ്പുള്ള കാലത്തോളം നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. കാലം സാക്ഷിയല്ലേ എല്ലാത്തിനും. അവനൊന്നും വരില്ല. അവനൊരു പോറൽ പോലും വേക്കാൽ തിരിച്ചു വരും. എന്നാലും എന്റെ കുഞ്ഞിന് ജീവിതത്തില് ഒരു സ്വസ്ഥതയും കിട്ടിയിട്ടില്ലല്ലോ കൈമളേട്ട. എന്റെ ഭഗവാനെ, 3 നേരം നിന്നെ ഭജിക്കുന്നവളല്ലേ ഞാൻ. എന്റെ പൊന്നു കുഞ്ഞിനെ നീ എന്തിനാ ഇങ്ങനെ പരീക്ഷിക്കുന്നെ? മര്യാദയ്ക്ക് ചോദിച്ചാലൊന്നും നിങ്ങൾ സത്യം പറയില്ലെന്ന് എനിക്ക് വ്യക്തമായി. പോലീസ് ശൈലിയിൽ ചോദ്യം ചെയ്യാൻ നിങ്ങൾ ഞങ്ങളെ നിർബന്ധിതരാക്കുന്നു. ക്രിമിനലുകളോട് സാമാന്യ മര്യാദ കാണിക്കാൻ പാടില്ല സർ. നിങ്ങളോട് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഞാൻ ചെമ്പകമംഗലത്തെ കാർത്തിക് ഇപ്പോൾ ഒന്ന്. ആ തെറ്റിദ്ധാരണ ഉടൻ തന്നെ നിങ്ങൾ മാറ്റണം. ഇദ്ദേഹം ഒരു പ്രൊഫഷണൽ കില്ലറാണ് സർ. നമ്മുടെ അറിവിൽപ്പെട്ട 2ാമത്തെ കൊലപാതകമാണ് ഇയാൾ നടത്തിയിട്ടുള്ളത്. ആരെയൊക്കെ കൊന്ന് കുഴിച്ചു മൂടിയിട്ടുണ്ടെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. ആ ജോലിക്കാരി മായമ്മ ചെമ്പകമംഗലത്ത് താമസിച്ചായിരുന്നില്ല ജോലി ചെയ്യുന്നത്? സാധാരണഗതിയിൽ അങ്ങനെ ആയിരിക്കില്ലെന്ന് എന്റെ ഭാര്യ പറഞ്ഞ് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. എന്നാൽ ചിലപ്പോഴൊക്കെ അവർ ചെമ്പകമംഗലത്ത് തങ്ങുമായിരുന്നു. ഓ, അത് ശരി. അപ്പൊ അതൊക്കെ നേരത്തെ തന്നെ ശ്രദ്ധിച്ചിരുന്നു. എന്റെ ഭാര്യയ്ക്ക് സുഖമില്ലായിരുന്നപ്പോ മായമ്മ പല ദിവസങ്ങളിലും ചെമ്പകമംഗലത്ത് രാത്രിയിൽ തങ്ങിയിരുന്നു. ഭാര്യയ്ക്ക് സുഖമില്ല എന്നത് ഒരു അവസരമാക്കി മുതലെടുത്തു എന്ന് പറയുന്നതാവും ശരി. മിസ്റ്റർ, നിങ്ങളോട് ഞാൻ പലതവണ പറഞ്ഞു കഴിഞ്ഞു, ഈ കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ ചുമതല എനിക്കാണെന്ന്. നിങ്ങൾ എന്റെ സബോർഡിനേറ്റ് ആണ്, അത് മറക്കണ്ട. നിങ്ങൾ രാത്രി വളരെ വൈകി ഈ വേലക്കാരിയെ കാണാറുണ്ടായിരുന്നോ? എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയൂ. നിങ്ങൾ രാത്രികളിൽ മായമ്മയെ കാണാറുണ്ടായിരുന്നോ എന്ന്? ഒരു പ്രാവശ്യം കണ്ടിരുന്നു. എന്തിന്? ഒരു രാത്രിയിൽ അപ്പൊ നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാ. ആ സ്ത്രീയോട് ഒരു വല്ലാത്ത സഹതാപം ഉണ്ടായിരുന്നു നിങ്ങൾക്ക്, അല്ലേ? ബെഡ്ഷീറ്റ് കൊടുത്ത് സഹതപിക്കുന്നു, പണം കൊടുത്ത് സഹതപിക്കുന്നു. കൊള്ളാം. പരിഹാസം വളരെ ക്രൂരമാവുന്നു. സ്വാതന്ത്ര്യ സമരം ചെയ്തതിനല്ല നിങ്ങളെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്, കൊലക്കുറ്റം ചെയ്തതിനാ. കൊല ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ അവളുടെ മകളെ തട്ടിക്കൊണ്ടുപോയിരുന്നോ? ഞാൻ കൊലയും ചെയ്തിട്ടില്ല, അവരുടെ മകൾ തട്ടിക്കൊണ്ടു പോയിട്ട്. സൈലൻസ്! നിങ്ങളും അവരും തമ്മിലുള്ള ഇമ്മോറൽ റിലേഷൻഷിപ്പ് അവര് വീട്ടിൽ പറയുമെന്ന് ഭീഷണിപ്പെടുത്തി. അവര് നിങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്തു. നിങ്ങൾക്ക് കൊടുക്കാനാവുന്നതിനും അപ്പുറത്തുള്ള പണം അവര് നിങ്ങളോട് ആവശ്യപ്പെട്ടു. അവരുടെ ഡിമാൻഡുകൾ നിങ്ങൾക്ക് താങ്ങാനാവുന്നതിനും അപ്പുറത്തായപ്പോൾ നിങ്ങൾ അവരെ കൊന്നു. ഇതല്ലേ സത്യം? സാറ് ചോദിച്ചതിന് സത്യം പറയണോ? മായമ്മയുടെ കൊലക്കുറ്റം തലയിൽ കെട്ടിവെക്കാൻ നിങ്ങൾക്കൊരു പ്രതിയെ വേണം. അതിന് നിങ്ങളുടെ ഭാവനയിൽ ഉണ്ടാക്കിയ കെട്ടുകഥകളാ ഇതൊക്കെ. എനിക്കൊരു സ്ത്രീയുമായിട്ട് ഒരു അവിഹിത ബന്ധവും ഇല്ല.
ഞാനൊരു കുട്ടിയെ തട്ടിക്കൊണ്ട് പോയിട്ടുമില്ല.